ഇന്ന് നമ്മൾ തയ്യാറാക്കണത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. ഇതിനായിട്ട് നല്ലോണം പഴുത്തിട്ടുള്ള 1/2 കിലോ പാളയംകോടൻ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ മൈസൂർ പൂവനെന്നും പറയാറുണ്ട്. ഈ ഒരു പഴം തന്നെ എടുക്കണതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പഴമൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നന്നായി തന്നെ പഴുത്തിട്ടുള്ള പഴം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി പഴമൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് കൂടെ എടുക്കാം. ഈ പഴമൊക്കെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. അപ്പോഴേക്കും നമുക്ക് ഈ പഴമൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടയ്ക്കൊന്ന് പോവാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ കുക്കർ തുറക്കാം. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ ജ്യൂസ് മാത്രം മതി. അതിനായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതായി പഴത്തിലുള്ള മുഴുവൻ ജ്യൂസും കിട്ടാനായിട്ട് ഒരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തവി വെച്ചിട്ടോ ഒക്കെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. നമ്മളിവിടെ തയ്യാറാക്കണത് ഈ ഒരു പഴം കൊണ്ടുള്ള ജാമാണ്. ഈ ഒരു ജാമ് തയ്യാറാക്കാനായിട്ട് നല്ലോണം പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിലെ ജ്യൂസൊക്കെ മുഴുവനും അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ബാക്കി വന്നിട്ടുള്ള പഴമില്ലേ, ഇത് നമുക്ക് കളയാം. ഈ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമ്മുടെ ഈ ജാമ് തയ്യാറാക്കാനായിട്ട് ഇതൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പഴത്തിൻ്റെ ജ്യൂസൊക്കെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 5 ഗ്രാമ്പൂവും 1.5 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ ഈ ഒരു അളവിൽ തന്നെ ചേർക്കണമെന്നില്ല. നമ്മൾ ഈ എടുത്തിട്ടുള്ള പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഇതിനി നല്ലപോലെ തിളച്ച് വരട്ടെ. ഈ സമയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിങ്ങനെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ട് 5 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒരു വലിയ നാരങ്ങയുടെ നീരിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇത് നല്ലോണം പതഞ്ഞ് വരും. ഇതുപോലെ. ഇനി ഇതിൻ്റെ പാകം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നല്ലോണം കുറുകിപ്പോയി കഴിഞ്ഞാൽ ഈ ജാമൊക്കെ തണുത്ത് വരണ സമയത്ത് നല്ലോണം കട്ടിയായിട്ടാണ് ഇരിക്കുക. ഈ ഒരു പാകമായ തന്നെ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് വരും. ഇതിപ്പോൾ നമ്മൾ നോക്കണ സമയത്ത് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണ പോലെ തോന്നിയാലും ഇത് തണുത്ത് കഴിയുമ്പോൾ ജാമിൻ്റെ പാകത്തിൽ തന്നെ കിട്ടുവേ. ഇനി ഇതിൽ നിന്നും നമ്മളിതായി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രാമ്പുമൊക്കെ ഒന്ന് എടുത്ത് കളയാം. ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് 2 മണിക്കൂറായി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മുടെ ജാമിന് കുറച്ചുകൂടെ കളറും അതുപോലെ നന്നായിട്ട് കട്ടിയായിട്ടും വന്നിട്ടില്ലേ. ഇത്രേ ഉള്ളൂ ഈ ഒരു പഴഞ്ചാം. ഇനി ഇത് വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ലാത്തൊരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ 1 മാസം വരെ ഇത് കേടുവരില്ല കേട്ടോ. ഇനി നമ്മുടെയൊക്കെ വീട്ടിൽ ആർക്കും വേണ്ടാതെ ഒരുമിച്ച് കുറേ പാളയംകുടം പഴമൊക്കെ പഴുത്തു പോകുമ്പോൾ ഇതുപോലെ ജാം ഉണ്ടാക്കി വെച്ചാൽ മതി. ഇതിൽ യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ കളറോ ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് തന്നെ കൊടുക്കാമല്ലോ. ഇതുവരെ ഈ രീതിയിൽ പഴമൊക്കെ വെച്ചിട്ട് ജാമൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്